അങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്ത പ്രമോ വന്നിരിക്കുകയാണ്. നമ്മുടെ അനീഷിനെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. അനീഷിൻ്റെ അമിത വിനയവും അനീഷിൻ്റെ ഓവർ ആക്ടിങ്ങും അങ്ങ് പൊളിഞ്ഞ് അടുക്കി വീണിരിക്കുകയാണ്. ലാലേട്ടൻ ചോദിക്കുന്നത് PR കുറിച്ചാണ്. അനീഷ് PR എന്നൊരു കാര്യത്തെക്കുറിച്ച് കുറേ കിടന്ന് വാതോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ. കോമണറാണ്, PR എന്താണെന്നറിയില്ല. ലാലേട്ടൻ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അനീഷ് നിങ്ങൾക്ക് PR എന്നൊരു കാര്യം എന്താണെന്ന് പോലും അറിയില്ലേ? 5 വർഷമായില്ലേ നിങ്ങൾ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. അത് ഇത്ര വലിയ സംഭവം ഈ ഹൗസിലൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു ലാലേട്ട എന്നാണ് അനീഷ് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, 3 ദിവസത്തിന് മുൻപേ ആണോ നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിന്ന് കോള് വന്നത്? അപ്പം അനീഷ് പറയുന്നു, ഫൈനൽ കോള് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് മുൻപേയും അനീഷിന് കോള് ചെന്നിട്ടുണ്ട്. അനീഷ് പറയുന്നത് 3 ദിവസത്തിന് മുൻപെയാണ് ചെന്നതെന്നാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, 12 ദിവസത്തിന് മുൻപേ നിങ്ങളെ ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു, അത്രയ്ക്കൊന്നുമില്ല ലാലേട്ട എന്നാണ് പറയുന്നത്, വിളിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, അത്രയ്ക്കൊന്നുമില്ല ലാലേട്ട. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ കള്ളം പറഞ്ഞാൽ തെളിവുകൾ ഞങ്ങൾ കാണിക്കും എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അനീഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പം അനീഷ് എന്നുള്ളൊരു സത്യസന്ധനായ ഒരാളുടെ മുഖം മൂടി, ഓവർ വിനയം ഇവിടെ ശരിക്കും അഴിഞ്ഞ് വീണിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അനീഷിനെ സത്യസന്ധമായി വിശ്വസിച്ചു കേട്ടോ. അനീഷ് ഒരു നിഷ്കളങ്കനാണെന്നും അനീഷ് ഒരു പാവമാണെന്നും അനീഷ് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാവും എന്നൊക്കെ തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അനീഷിന് മുട്ടൻ പണിയാണ് കേട്ടോ കിട്ടിയത്. അനീഷ് പോലും വിചാരിക്കാത്ത രീതിയിൽ. പക്ഷേ അനീഷ് ഇത്ര കിടന്ന് ഓവർ ആക്ടിങ് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അനീഷിനൊരു വില ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ. പക്ഷേ ഇതോടുകൂടി, അതും ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ടോപ്പ് 5 എത്തേണ്ട ഒരു അനീഷായിരുന്നു. പക്ഷേ പലരെയും അനീഷ് കാരണം ഇനി ടോപ്പ് 5 മറ്റു പലരും കയറാൻ വേണ്ടി സാധ്യതയുണ്ട്. സത്യസന്ധമായിട്ട് അനീഷിനെ ഫോളോ ചെയ്ത പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു കാര്യം. ഇത് അനീഷിനെ ഇനി വിശ്വസിക്കുന്ന പലർക്കും അതൊരു ഇനിയൊരു കൺഫ്യൂഷൻ. അനീഷിനെ എന്ത് പറഞ്ഞാലും ഹൗസിലാരും വിശ്വസിക്കില്ല, പുറത്തും ആരും വിശ്വസിക്കാനുള്ള സാധ്യത കുറവാണ്. അന്ധ ഫാൻസൊക്കെ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ അനീഷ് ഇത്ര സത്യസന്ധത അഭിനയിക്കുന്നത് ഇനി പലർക്കും വിശ്വസിക്കാൻ പാടായിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും പുറകെ കിടന്ന പലരുടെയും ഗ്രാഫ് മുകളിലേക്ക് ഉയർത്താൻ അനീഷിൻ്റെ ഈ ഒരു പ്രവൃത്തി മാത്രം. അപ്പോൾ ഹൗസിൽ നിന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എപ്പിസോഡ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവരുടെയും കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ.